NG's ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെമസ്റ്റർ 2 മൊഡ്യൂൾ 1 ചാപ്റ്റർ 1 ഫ്രം ദ പ്യൂരിറ്റൻ ഏജ് ടു ദ റെസ്റ്റോറേഷൻ, അതായത് ഫ്രം 1625 ടു 1660 വരെയുള്ള ഇംഗ്ലണ്ടിന്റെ ഹിസ്റ്ററി. സോ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബേസ് ആണ്. സോ ആ ഒരു ടോപ്പിക്കിന്റെ ആ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പാർട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. സോ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. So, Module 1, Chapter 1, From the Puritan Age to the Restoration, 1625 to 1660. നമുക്ക് ആദ്യം ടെക്സ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. So the period from 1625 to 1660 was the time when England groaned under the weight of political and religious strife. The age marked the triumph of Puritanism. While Puritanism was not a strictly religious sect, the Puritans were extreme Protestants whose sole aim was to purge the church and the state of ungodly elements. As G.M. Trevelyan observes, Puritanism was the religion of all those who wished to purify the rituals of the established church from the taint of Roman Catholicism. The Puritans were a strong force in the decades before the Restoration. They imposed strictness and austerity on the people and made the age stand out in sharp contrast to the vitality of the Elizabethan age and the profanity of the Restoration age that followed. Three stages can be discerned in this period. First one, the Caroline age from 1625 to 1649. Second one, the Interregnum from 1649 to 1659. And third one, the Restoration from 1616 to 1700. So എന്താ പറയുന്നത്, the period from 1625 to 1660 was the time when England groaned under the weight of political and religious strife. രാഷ്ട്രീയപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ളതുമായിട്ടുള്ള പലതരത്തിലുള്ള സംഘർഷങ്ങൾ കാരണം ഇംഗ്ലണ്ട് ഗ്രോൺ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഗ്രോൺ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അവസ്ഥ കൊണ്ട് ദയനീയമായിട്ട് കരയുക, അല്ലെങ്കിൽ ആ ഒരു മീനിങ് ആണ് ഗ്രോൺ ചെയ്യുക എന്നുള്ളത്. സോ അത്തരത്തിലുള്ള റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രൈഫ് കൊണ്ട് ഇംഗ്ലണ്ട് ഗ്രോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഇംഗ്ലണ്ടിൽ. എപ്പോ ഫ്രം ദ പീരീഡ് ഫ്രം 1625 ടു 1660, 1625 മുതൽ 1660 വരെയുള്ള കാലഘട്ടം ഇംഗ്ലണ്ടിന്റെ ഹിസ്റ്ററിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു, അത് വളരെയധികം പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സ്ട്രൈഫ് നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആൻഡ് ദ ഏജ് മാർ ദ ട്രയംഫ് ഓഫ് പ്യൂരിറ്റനിസം. സോ ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് എന്ത്, ദ ഏജ് മാർ ദ ട്രയംഫ് ഓഫ് പ്യൂരിറ്റാനിസം ശക്തമായിട്ട് നിലനിന്ന ഒരു കാലഘട്ടമായിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്യൂരിറ്റാനിസം? While Puritanism was not a strictly religious sect, the Puritans were extreme Protestants whose sole aim was to purge the church and the state of ungodly elements. So നമ്മൾ എന്താണ് പ്യൂരിറ്റാനിസം, എങ്ങനെയാണ് പ്യൂരിറ്റാനിസം ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ, അതായത് സെമസ്റ്റർ 1 ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ പോർഷനിൽ ആ ഒരു റിനൈസൻസ് ആൻഡ് റിഫോർമേഷൻ ഒക്കെ വരുന്ന ആ ഒരു പോർഷൻ തൊട്ട് നമ്മൾ പറയുന്ന കേസാണ്. അങ്ങനെയാണ് പ്യൂരിറ്റാനിസം ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അത് ഇംഗ്ലണ്ടിൽ ക്രിസ്ത്യാനിറ്റി തന്നെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതായത് റോമൻ കാത്തലിസിസം, ഒരു എന്താണ് പ്രൊട്ടസ്റ്റാന്റിസം, പിന്നെ അതുപോലെ ഇംഗ്ലണ്ടിന്റെ സ്വന്തം റിലീജിയൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു പുതിയൊരു ക്രിസ്ത്യൻ വെറൈറ്റി ആയിട്ടുള്ള ആംഗ്ലിക്കാനിസം, ഇങ്ങനെ മൂന്നായിട്ട് ചർച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയതാണ്. സോ ഇവിടെ നമ്മൾ ആ ഒരു പ്യൂരിറ്റാനിസം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. വൈൽ പ്യൂരിറ്റാനിസം വാസ് നോട്ട് എ സ്ട്രിക്ട്ലി റിലീജിയസ് സെക്ട്, ദ പ്യൂരിറ്റൻസ് വെർ എക്സ്ട്രീം പ്രൊട്ടസ്റ്റൻസ്. നമ്മുടെ പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത് എന്തായിരുന്നില്ല, ഇറ്റ് വാസ് നോട്ട് എ സ്ട്രിക്ട്ലി റിലീജിയസ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് നോട്ട് എ സ്ട്രിക്ട്ലി റിലീജിയസ് സെക്ട്, ബട്ട് ദ പ്യൂരിറ്റൻസ് വെർ എക്സ്ട്രീം പ്രൊട്ടസ്റ്റൻസ്. പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത് ഒരു സ്ട്രിക്ട്ലി റിലീജിയസ് ഗ്രൂപ്പ് അല്ലായിരുന്നെങ്കിൽ കൂടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് അല്ലായിരുന്നെങ്കിൽ കൂടിയും പ്യൂരിറ്റൻസ് എന്തായിരുന്നു, എക്സ്ട്രീം പ്രൊട്ടസ്റ്റൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അവരുടെ എയിം എന്തായിരുന്നു, ഹൂസ് സോൾ എയിം വാസ് ടു പേഴ്സ് ദ ചർച്ച് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് അൺഗോഡ്ലി എലമെന്റ്സ്. അതായത് എന്താണ്, നമ്മൾ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് ചർച്ചിനെയും ഇംഗ്ലീഷ് ആ ഒരു സ്റ്റേറ്റിനെ മൊത്തത്തിൽ, അതായത് അവിടുത്തെ ഗവൺമെന്റിനെയും എന്ത് ചെയ്യുക, സേവ് ചെയ്യുക, അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുക, പെർജ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ എയിം, ഈ ഒരു പ്യൂരിറ്റാനിസത്തിന്റെ എയിം എന്ന് പറയുന്നത്. സോ ആ ഒരു വരി ഒന്നുകൂടെ നോക്കുക. While Puritanism was not a strictly religious sect, the Puritans were extreme Protestants whose sole aim was to purge the church and the state of ungodly elements. ഇനി as G.M. Trevelyan observes,
Puritanism was the religion of all those who wished to purify the rituals of the established church from the taint of Roman Catholicism. റോമൻ കാത്തലിസിസം വലിയ സംഭവമാണ്, പക്കയാണ്, ഓക്കെയാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തെ റോമൻ കാത്തലിസിസത്തിൽ എന്ത് ചെയ്തു? റിനൈസൻസ് വന്ന സമയത്ത് മുമ്പൊക്കെ റിലീജിയൻ പറയുന്നത് അതുപോലെ അനുസരിച്ചിരുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? റിനൈസൻസ് ഒക്കെ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം. സോ ആ റിനൈസൻസും അതിനെ ഫോളോ ചെയ്ത് റിഫോർമേഷനും ഒക്കെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു മതങ്ങളുടെ തെറ്റായ രീതിയിലുള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള ആചാരങ്ങളെയും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവര് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ എന്ത് ചെയ്യാനും ചോദ്യം ചെയ്യാനും തുടങ്ങി. സോ ഇങ്ങനെ ചോദ്യം ചെയ്തതിലൂടെ ആൾക്കാർക്ക് മനസ്സിലായി ഇവരുടെ എല്ലാ ആചാരങ്ങളും എന്തല്ല, അത് ശരിയല്ല എന്നുള്ള രീതിയിൽ അവർക്കൊരു ചിന്ത ഉണ്ടായി. സോ ഇങ്ങനെ ആ ഒരു ഇംഗ്ലീഷ് ചർച്ചിനെ എന്ത് ചെയ്യാണ്? റോമൻ കാത്തലിസിസം എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ പേര് പറഞ്ഞ് നശിപ്പിക്കുകയാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ആ ഒരു ഇംഗ്ലീഷ് ചർച്ചിനെയും അതുവഴി എന്ത് ചെയ്യാനും ആ ഒരു കൺട്രിയെ തന്നെയും എന്ത് ചെയ്യാൻ? സേവ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്, ഈ ഒരു പ്രൊട്ടസ്റ്റൻസിലൂടെ നടക്കുന്നത്. സോ ദ പ്യൂരിറ്റനിസം വാസ് ദ റിലീജിയൻ ഓഫ് ഓൾ ദോസ് ഹു വിഷ് ടു പ്യൂരിഫൈ ദ റിച്വൽസ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്ഡ് ചർച്ച് ഫ്രം ദ ടൈൻറ്റ് ഓഫ് റോമൻ കാത്തലിസിസം. അവിടത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇംഗ്ലീഷ് ചർച്ചിനെ എന്ത് ചെയ്യാൻ? റോമൻ കാത്തലിസിസത്തിന്റെ ആ ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും ഒരു മതമാണ് ഏതെന്ന് പറയുന്നത്? പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ആര് പറയുന്നതാണ്? GM ട്രെവലിയൻ പറയുന്നതാണ്. സോ as GM ട്രെവലിയൻ observes, Puritanism was the religion of all those who wished to purify the rituals of the established church. അതായത് ആ ഒരു അവിടെ ഉണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചർച്ചിന്റെ റിച്വൽസിനെ എന്ത് ചെയ്യാൻ? പ്യൂരിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ച എല്ലാവരുടെയും എന്താണ്? റിലീജിയൻ ആണ് പ്യൂരിറ്റാനിസം. എന്തിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യാനാണ് ആഗ്രഹിച്ചത്? ഫ്രം ദ ടൈൻറ്റ് ഓഫ് റോമൻ കാത്തലിസിസം. റോമൻ കാത്തലിസിസത്തിൽ നിന്നും പ്യൂരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചവരുടെ എല്ലാ മതമാണ് ഏത്? പ്യൂരിറ്റാനിസം എന്നാണ് പറയുന്നത്. ഇനി ദ പ്യൂരിറ്റൻസ് വെർ എ സ്ട്രോങ് ഫോഴ്സ് ഇൻ ദ ഡെക്കേഡ്സ് ബിഫോർ ദ റെസ്റ്റോറേഷൻ. ഈ ഒരു റെസ്റ്റോറേഷൻ കാലഘട്ടം, എന്താണ് റെസ്റ്റോറേഷൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനി പഠിക്കും. അപ്പൊ ഈ ഒരു റെസ്റ്റോറേഷന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? ഈ ഒരു പ്യൂരിറ്റാനിസം അല്ലെങ്കിൽ പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. ദ പ്യൂരിറ്റൻസ് വെർ എ സ്ട്രോങ് ഫോഴ്സ് ഇൻ ദ ഡെക്കേഡ്സ് ബിഫോർ ദ റെസ്റ്റോറേഷൻ. They imposed strictness and austerity on the people and made the age stand out in sharp contrast to the vitality of the Elizabethan age and the profanity of the Restoration age that followed. അപ്പൊ നമ്മുടെ ഈ ഒരു പ്യൂരിറ്റൻ ഏജിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് ഇത്? എലിസബത്തൻ ഏജ്. അപ്പൊ എലിസബത്തൻ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഈ ഒരു ഐഡിയ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആൾക്കാരെല്ലാം ആ ഒരു രാജ്യത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്ന എന്താണ്? ഒരു സ്പിരിറ്റ് ഓഫ് ലൈഫ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ എലിസബത്തൻ ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു പ്യൂരിറ്റൻ ഏജിന് ശേഷം വരുന്ന റെസ്റ്റോറേഷൻ ഏജ് വരുമ്പോൾ ഈ ഒരു പ്യൂരിറ്റൻ ഏജിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതിൽ നിന്ന് പെട്ടെന്ന് റിലീസ് ചെയ്ത് റെസ്റ്റോറേഷൻ ഏജ് വന്നപ്പോഴത്തേക്ക് കൂട്ടിലടച്ചിരുന്ന കിളിയെ പെട്ടെന്ന് തുറന്നു വിട്ടൊരു അവസ്ഥയായിരുന്നു. സോ അവിടെ ഒരു മൊറാലിറ്റിക്ക് ഒരു ചെറിയൊരു കുറവ് വന്നിരുന്നു. കുറച്ച് എന്താണ്? മോറൽ വാല്യൂസിന്റെ ഒരു കുറവ് ആ ഒരു റെസ്റ്റോറേഷൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. സോ അതിനെയാണ് ഇവിടെ പറയുന്നത് ദ പ്യൂരിറ്റൻസ് വെർ എ സ്ട്രോങ് ഫോഴ്സ് ഇൻ ദ ഡെക്കേഡ്സ് ബിഫോർ ദ റെസ്റ്റോറേഷൻ. റെസ്റ്റോറേഷന് തൊട്ട് മുമ്പുള്ള ഡെക്കേഡ്സിൽ എന്തായിരുന്നു? പ്യൂരിറ്റൻസ് ഒരു സ്ട്രോങ് ഫോഴ്സ് ആയിരുന്നു. അവർ എന്തൊക്കെ ചെയ്തു? ദ ഇമ്പോസ് സ്ട്രിക്ട്നെസ് ആൻഡ് ഓസ്റ്റീരിറ്റി ഓൺ ദ പീപ്പിൾ. ആ ജനങ്ങളിൽ എന്ത് ചെയ്തു? അവർ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ആൻഡ് മെയ്ഡ് ദ ഏജ് സ്റ്റാൻഡ് ഔട്ട് ഇൻ ഷാർപ്പ് കോൺട്രാസ്റ്റ് ടു ദ വൈറ്റാലിറ്റി ഓഫ് ദ എലിസബത്തൻ ഏജ് ആൻഡ് ദ പ്രൊഫാനിറ്റി ഓഫ് ദ റെസ്റ്റോറേഷൻ ഏജ്. എലിസബത്തൻ ഏജ് തൊട്ട് മുമ്പുണ്ടായിരുന്ന എലിസബത്തൻ ഏജിന്റെ വൈറ്റാലിറ്റിയിൽ നിന്നും അതിനുശേഷം വരുന്ന റെസ്റ്റോറേഷൻ ഏജിന്റെ പ്രൊഫാനിറ്റിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇവർ ഈ ഒരു എന്താണ്? ആ ഒരു സ്ട്രിക്ട്നെസ്സും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പുതിയ രീതി അല്ലെങ്കിൽ പ്യൂരിറ്റാനിസത്തിന്റെ പുതിയ രീതി എന്ത് ചെയ്തു? ആ ഒരു കാലഘട്ടത്തെ എന്ത് ചെയ്തു? വേറിട്ട് നിർത്തി എന്നുള്ള രീതിയിലാണ് ആ ഒരു വരി പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. The Puritans were a strong force in the decades before the Restoration. They imposed strictness and austerity on the people and made the age stand out in sharp contrast to the vitality of the Elizabethan age and the profanity of the Restoration age that followed. 3 stages can be discerned in this period. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ഈ ഒരു 1625 to 1660 വരെയുള്ള ആ ഒരു ഘട്ടം അല്ലെങ്കിൽ 1700 വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ
മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ദ കരോലിൻ ഏജ് ഫ്രം 1625 to 1649, 1625 മുതൽ 1649 വരെയുള്ളതാണ് ഫസ്റ്റ് ഫേസ്. അതിന് നമ്മൾ കരോലിൻ ഏജ് എന്ന് പറയുന്നു. രണ്ടാമത്തത് ദ ഇന്ററഗ്നം 1649 മുതൽ 1659 വരെയുള്ള പീരീഡ് ആണ് ദ ഇന്ററഗ്നം എന്ന് പറയുന്ന പീരീഡ്. മൂന്നാമത്തത് ദ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന പീരീഡ് ആണ് 1660 മുതൽ 1700 വരെയുള്ള ആ ഒരു പീരീഡ്. സോ ഇങ്ങനത്തെ ദ കരോലിൻ ഏജ്, ദ ഇന്ററഗ്നം, ദ റെസ്റ്റോറേഷൻ, ഇങ്ങനത്തെ ഈ ഒരു 3 കാലഘട്ടങ്ങളെയാണ് ഇനി നമ്മൾ ഈ ഒരു പാഠത്തിൽ നോക്കാൻ പോകുന്നത്. സോ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക.